ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഫിഷ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അതിനായിട്ട് കുറച്ച് പാര എന്ന് പറയുന്ന മീൻ കേട്ടോ, നല്ല പച്ച മീനാണ്. പാര കിട്ടിയിട്ടുണ്ട്. ഇതൊരു 400 രൂപയ്ക്ക് വാങ്ങിച്ച, ഇത്രയല്ല ഇതിൻ്റെ ഇരട്ടിയുണ്ട് കേട്ടോ, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. 400 രൂപയ്ക്ക് ഇത് കടപ്പുറത്തുനിന്ന് വല വീശി കൊണ്ടുവന്നപ്പോൾ അവരുടെ നിന്ന് ലേലം വിളിച്ച് വാങ്ങിച്ച മീനാണ് കേട്ടോ. ഇവിടെ മീനൊക്കെ കിട്ടാനിപ്പോൾ വളരെ പാടാണ്. ഇപ്പം ഉണക്കാണ്ട് ചൂടാണ്ട് മീൻ കുറവാണ്. പക്ഷേ ഇന്ന് കുറേ മീൻ കിട്ടി. അതെല്ലാം ഇത് തന്നെയാണ് കേട്ടോ, ഈ പാര തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഒക്കെ വലുതായ നല്ലതാണ്. നമ്മൾ സാധാരണ ഇതിൻ്റെ വലുതാണ് വാങ്ങിക്കുന്നത്, ഒരു ഇടത്തരമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഇതിൻ്റെ രണ്ട് സൈഡിലെയും ചിറക് കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തലയുടെ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞു കൊടുക്കും. ഈ രണ്ട് സൈഡും എന്നിട്ടൊരു മൊനയുള്ള കത്തിയുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കും. അപ്പം എൻ്റെ തൊലി അങ്ങ് ഇളകി വരും. ഇത് നമുക്ക് താഴോട്ടങ്ങ് വലിച്ചെടുത്താൽ മതി. ഉണ്ടോ, വലിയ ഇടിഞ്ഞു വന്നു. അതുപോലെ ഇപ്പറയും ഈ മോനെ കൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് താഴോട്ട് വലിച്ചാൽ മതി. പാട ഒളിഞ്ഞിളകി വരും. ഇതിൻ്റെ വാല് കട്ട് ചെയ്തെടുക്കാം. ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ചെകിള അലിച്ചെടുക്കാം. ഇവിടെ ഒന്ന് ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ അഴുക്കെല്ലാം നമുക്കിങ്ങനെ വലിച്ചെടുക്കാം. ഈ കണ്ണ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് കളയാം. ഒരെണ്ണം കൂടെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. നേരത്തെ ഇതുപോലെ ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്യാം. ചിറകെല്ലാം കട്ട് ചെയ്ത് എന്നിട്ട് കത്തി കൊണ്ട് തലഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഈ കത്തിയുടെ കൊണ്ട് വേണമെങ്കിൽ ഇത് പെട്ടെന്ന് എടുക്കാം. ഉണ്ടോ, അതുപോലെ ഇപ്പുറത്തെ സൈഡും ഇളക്കി കൊടുക്കാം. പച്ച മീനാണ്ട് നമുക്ക് ഒരുപാട് മാംസമൊന്നും പോകാതെ എടുക്കാം. ഈ ഐസിട്ട മീനാണെങ്കിൽ, പഴുത്ത മീനാണെങ്കിലുണ്ടല്ലോ അതിൻ്റെ കൂടെ മാംസവും കൂടി ഇളകി വരും. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വയറ് ഭാഗം ഒന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതിൻ്റെ അഴുക്ക് വലിച്ചെടുക്കാം. എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള മീൻ കൂടി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മീൻ ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. ആ 2 എണ്ണം കൂടെ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ആദ്യം വെട്ടിയ കണക്ക് തന്നെ ഇത് വെട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ നഖം വേണം കേട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ നഖമില്ല, വലിച്ചിളക്കാൻ പാടാതുണ്ട്. 2 സൈഡിലെയും ചിറകെല്ലാം വെട്ടിക്കളയാം. എന്നിട്ട് കത്തി കൊണ്ട് എൻ്റെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വരയുക. എന്നിട്ട് ആ കത്തിയുടെ തൊലിയുടെ ഇടയിൽ കൂടെ ഒന്ന് കയറ്റിയാൽ മതി. കെട്ടിയിട്ട് വലിച്ചെടുക്കുക.
നമ്മൾ ആദ്യം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറേ പാടായിരിക്കും, പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും എളുപ്പമായിട്ട് തോന്നും. വാല് കട്ട് ചെയ്യുക. ചെവിളയുടെ ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ ചെവിളയാണെങ്കിൽ ഇതിലേക്കൂടെ അങ്ങ് വലിച്ചെടുക്കാം. പിന്നെ വയറിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിലേക്കൂടെ കൈയിട്ട് നമുക്ക് അഴുക്കെല്ലാം പുറത്തേക്ക് എടുക്കാം. അത് ലാസ്റ്റ് വന്നാണ്. അപ്പോൾ ഇതുപോലെ ചിറകെല്ലാം വിട്ടാൽ കത്തി കൊണ്ട് തലഭാഗം ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് തൊലിയൊന്ന് ഇളക്കിയെടുക്കാം. പച്ച മീനായതുകൊണ്ട് അതിൻ്റെ മാംസമൊന്നും അങ്ങനെ വലുതായിട്ട് പോയില്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പാരയെന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിൻ്റെ പേരെന്തുവാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല. ഞാൻ നാളെ വാളമീൻ ക്ലീനിങ് ഇട്ടപ്പോൾ എനിക്ക് വാളയെന്നേ അറിയൂ. അപ്പം വേറെ ഏതൊക്കെയോ പേരുകൾ വന്നു കേട്ടോ. പാമ്പാടയെന്നോ വേറെ എന്തൊക്കെയോ പേര് ഞാൻ കേട്ടു. അതുപോലെ ഇതിന് പാരയെന്നാണ് ഇവിടെ പറയുന്നത്. അത് മാത്രമേ എനിക്കറിയൂ. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. വയറ് ഭാഗം കട്ടെ. ആ വയറിൽ കൂടി നമുക്ക് കുടലും ബാക്കിയുള്ള അഴുക്കെല്ലാം വലിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫിഷ് മൊത്തം ഫിനിഷായി കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇതിനെ നമുക്ക് ഉപ്പ് വരലിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഉപ്പ് വരലിട്ടിട്ടുണ്ട്. സാധാരണ ഈ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ ഉപ്പിട്ട് തേക്കാറില്ല. പക്ഷേ എനിക്കത് തേച്ചില്ലെങ്കിൽ ഒരു നല്ല പ്രയാസമാണ്. അതുകൊണ്ട് ഉപ്പിട്ട് ഞാൻ നല്ലപോലെ തേച്ച് കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് നല്ലതുപോലെ 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കും. നമ്മുടെ മീനെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കറി വയ്ക്കാനായിട്ട് മാറ്റി കുറച്ച് വറുക്കാനുമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം. കറിയുടെ അരപ്പിനായി അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 5-6 ഉള്ളി, ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അരപ്പ് ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് അരപ്പുള്ളം കൂടി ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. കറി ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് വെള്ളമല്ല, എന്നാൽ ഒരുപാട് കുറുകിയിരിക്കുകയല്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1-1.25 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മാങ്ങ, പച്ചമാങ്ങ, അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇവിടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ചൊന്ന് പറ്റിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇനി ഇതിനകത്ത് എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് താളിച്ചൊഴിച്ച് കൊടുക്കാം. മുളകും ചെറിയ ഉള്ളിയും ഒക്കെ നമുക്കിത് താളിച്ചൊഴിച്ച് കൊടുക്കാം. മുളകല്ല, ചെറിയ ഉള്ളി താളിച്ചൊഴിച്ച് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ എണ്ണ ഒഴിക്കുന്നില്ല. പക്ഷെ എന്തോ ഒരു ടേസ്റ്റ് എന്നറിയില്ല. പച്ച മീനായതുകൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.